2025 എല്ലാ PSC എക്സാമുകൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള കറണ്ട് അഫയേഴ്സാണ് നമ്മളിവിടെ നോക്കുന്നത്. നമ്മൾ ഓരോ പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് ചെയ്തു, ഇനി സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം: ലോകാരോഗ്യ സംഘടന അടുത്തിടെ മലേറിയ വിമുക്തമായി പ്രഖ്യാപിച്ച രാജ്യമാണ് ജോർജിയയാണെന്ത് നമ്മുടെ ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്തമായി പ്രഖ്യാപിച്ച രാജ്യം. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള പുരസ്കാരം ലഭിച്ചത് തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ്. കേരള പോലീസിൻ്റെ പാസിംഗ് ഔട്ട് പരേഡിലെ പ്രതിജ്ഞയിൽ ലിംഗഭേദം ഒഴിവാക്കുന്നതിനായി പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന പ്രയോഗം എപ്രകാരമാണ് മാറ്റിയത് എന്ന് ചോദിച്ചാൽ സേനാംഗം. അതായത് കേരള പോലീസിൻ്റെ പാസിംഗ് ഔട്ട് പരേഡിലെ പ്രതിജ്ഞയിൽ ലിംഗഭേദം ഒഴിവാക്കുന്നതിനായി പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന പ്രയോഗം മാറ്റിയത് സേനാംഗം എന്നാണ്. ജമ്മു കാശ്മീരിലെ ഏത് നഗരത്തിലേക്ക് വർഷം മുഴുവൻ യാത്ര സാധ്യമാകുന്ന തുരങ്കപാതയാണ് അടുത്തിടെ ഉദ്ഘാടനം ചെയ്തത്? സോനാമാർഗ്. അപ്പോൾ ജമ്മു കാശ്മീരിലെ ഏത് നഗരത്തിലേക്കാണ് വർഷം മുഴുവൻ യാത്ര സാധ്യമാകുന്ന ഒരു തുരങ്കപാത ഉദ്ഘാടനം ചെയ്തത്? സോനാമാർഗാണ്. ഭൂമിയിലെ ഏറ്റവും ചൂടേറിയ വർഷമായി കണക്കാക്കപ്പെടുന്നത് 2024 2024 ഏറ്റവും മികച്ച പുരുഷ കളിക്കാരനുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുരസ്കാരം നേടിയത് ഇന്ത്യൻ താരം ചോദിച്ചാൽ ജസ്പ്രീത് ബുംറയാണ്. അപ്പോൾ ജസ്പ്രീത് ബുംറയാണ് 2024 ഏറ്റവും മികച്ച പുരുഷ കളിക്കാരനുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുരസ്കാരം നേടിയ ഇന്ത്യൻ താരം. ഇന്ത്യൻ കരസേനയുടെ കൊൽക്കത്തയിലെ കിഴക്കൻ മേഖല ആസ്ഥാനമായ ഫോർട്ട് വില്യം ഇനി മുതൽ അറിയപ്പെടുന്ന പേരാണ് വിജയ് ദുർഗ്. എന്താണ്? വിജയ് ദുർഗ്. ഇന്ത്യൻ കരസേനയുടെ കൊൽക്കത്തയിലെ കിഴക്കൻ മേഖല ആസ്ഥാനമായ ഫോർട്ട് വില്യം അറിയപ്പെടുന്ന പേരാണിത്, വിജയ് ദുർഗ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 അത്യാധുനിക യുദ്ധക്കപ്പലുകൾ ആദ്യമായി ഒരുമിച്ച് കമ്മീഷൻ ചെയ്തു. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ INS സൂറത്ത്, INS നീലഗിരി, INS വാഗ്ഷിയർ. അപ്പോൾ ഏതൊക്കെയാണ്? INS സൂറത്ത്, INS നീലഗിരി, INS വാഗ്ഷിയർ. 2025 ഫിഡെ ചെസ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യമാണ് ഇന്ത്യ. അതായത് 2025 ഫിഡെ ചെസ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യയായിരുന്നു. കേരളത്തിലെ കേരള കാർഷിക സർവകലാശാല പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി സമ്മാനിച്ചത് ആർക്കാണ്? ചെറുവയൽ രാമൻ. അഥവാ നമ്മുടെ കേരള കാർഷിക സർവകലാശാല പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി സമ്മാനിച്ചത് ചെറുവയൽ രാമനാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശുഭാൻശു ശുക്ല. അപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരനായി തിരഞ്ഞെടുത്തത് ശുഭാൻശു ശുക്ലയാണ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2024 ഓടക്കുഴൽ പുരസ്കാരം നേടിയത് K അരവിന്ദാക്ഷൻ. അപ്പം ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2024 ഓടക്കുഴലാണ് K അരവിന്ദാക്ഷനാണ്. ഗോപ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ 55ാമത് ഉച്ചകോടി നടന്നത് ദാവോസ്, സ്വിറ്റ്സർലാൻഡ്. എവിടെയാണ്? ദാവോസ്, സ്വിറ്റ്സർലാൻഡ്. 67ാമത് ഗ്രാമി പുരസ്കാര നേട്ടത്തിലൂടെ ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡുകൾ നേടുന്ന വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ബിയോൺസെ. അപ്പോൾ 67ാമത് ഗ്രാമി പുരസ്കാര നേട്ടത്തിലൂടെ ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡുകൾ നേടുന്ന വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ബിയോൺസെയാണ്. ഗ്രന്ഥകാരനും മാധ്യമപ്രവർത്തകനും മുൻ കേന്ദ്രമന്ത്രിയുമായ അരുൺ ഷൂരിയുടെ ഏത് പുസ്തകമാണ് അടുത്തിടെ പുറത്തിറങ്ങിയത് ചോദിച്ചാൽ ദി ന്യൂ ഐക്കൺ ആണ്. അപ്പം ഗ്രന്ഥകാരനും മാധ്യമപ്രവർത്തകനും മുൻ കേന്ദ്രമന്ത്രിയുമായ അരുൺ ഷൂരിയുടെ ഏത് പുസ്തകമാണ് അടുത്തിടെ പുറത്തിറങ്ങിയത്? ദി ന്യൂ ഐക്കൺ. ഇങ്ങനെയും ചോദിക്കാൻ, ദി ന്യൂ ഐക്കണിൻ്റെ രചയിതാവ് ആരാണ്? അരുൺ ഷൂരി. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്ത്. ഓക്കെ, താങ്ക് യു. നമുക്ക് ഇത്രയും കറണ്ട് അഫയേഴ്സ് ഉള്ളൂ. ഇനി ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.